പരിശോധന നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അഭിലാഷ്, ഇപ്പോൾ ബൂം ഉപയോഗിച്ചുകൊണ്ട് നദിയിൽ തെരയുന്നതാണ് നമ്മൾ കാണുന്നത്. നദിയിൽ എവിടം വരെ മണ്ണ് കിടപ്പുണ്ട്, എവിടം വരെ മണ്ണ് പോയിട്ടുണ്ട്, അതാണോ ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്? ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. നദിയുടെ അടിഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ, അതായത് നദിയിൽ എത്രത്തോളം മണ്ണ് അതിലെത്താൻ കഴിയുന്ന എത്തിലേക്ക് മണ്ണുണ്ട് എന്നുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. നദിയുടെ ഏതാണ്ട് ഒരു 6 അടിയോളം താഴ്ചയിലേക്ക് ഇപ്പോൾ അതിൻ്റെ കൈകൾ നീട്ടി പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മണ്ണെടുക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നേരത്തെ ഈ NDRF സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അവിടെ ഏതെങ്കിലും വസ്തുക്കളുണ്ടോ എന്നുള്ള സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഈ കൈകൾ ഉപയോഗിച്ച് അമർത്തി ഏതെങ്കിലും ലോഹവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. കാരണം രാവിലെ ഏതാണ്ട് 1.5 മണിക്കൂറോളം NDRF സംഘം അവിടെ ഈ ബോട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ ഇറങ്ങിയും മുകളിൽ നിന്നും ഇറങ്ങി അതോടൊപ്പം തന്നെ ഈ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ പരിശോധന നടത്തിയിരുന്നു. മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. ഞാൻ കരുതുന്നത് ഏതാണ്ട് ആ ഭാഗത്ത് അത്തരത്തിലൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടത്തുന്നത്. കാരണം മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടില്ല, പക്ഷേ അവിടെ എത്രത്തോളം മണ്ണുണ്ട് എന്നുള്ള നിലയിലുള്ളൊരു പരിശോധനയാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിൻ്റെ ഈ ബൂം എക്സ്കവേറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 2 NDRF സംഘം ഇതിന് ചുറ്റുമുണ്ട്. കാരണം അവിടെ ഏതെങ്കിലും വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധനയായിരിക്കും. അതോടൊപ്പം നാവിക സംഘവും അവിടെ നിലനിർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നദിയുടെ അടിത്തട്ടിൽ നിന്നുള്ള ചളി വാരി മുകളിലേക്ക് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ അത്രത്തോടെ വ്യക്തമാവുന്നുള്ളൂ. കാരണം ഏതായാലും മണ്ണെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പിൻ്റെ ഏതാണ്ട് ആദ്യത്തെ 5 മിനിറ്റാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് ആദ്യം തന്നെ ഇറ്റാച്ചിയും JCB ഉപയോഗിച്ച് നിലമൊരുക്കിയതിന് ശേഷമാണ് എക്സ്കവേറ്റർ അവിടേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് തന്നെ കരസേന ഉദ്യോഗസ്ഥർ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഓപ്പറേറ്റർക്ക് നൽകിയിരുന്നു. അതിനുശേഷം അവിടേക്ക് കരസേന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. കാരണം നിരവധി കരസേന ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്തും NDRF ഉദ്യോഗസ്ഥരും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ എക്സ്കവേറ്ററിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ മണ്ണ് മാന്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് വളരെ ഈ ആർമിയുടെ നിരീക്ഷണത്തിലും നിർദ്ദേശപ്രകാരവുമാണ് ഇപ്പോൾ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതാണ്ട് നമുക്കറിയാം 12 മണിയോട് കൂടിയാണ് ഈ എക്സ്കവേറ്റർ എത്തിച്ചത്. അവർ പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ മണ്ണെടുപ്പ് ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരസേന ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് സമീപത്തായി മറ്റ് ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം, അതായത് ദേശീയപാതയിലുള്ള മണ്ണ് എടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. 4 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് ലോറിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മണ്ണ് അടിയിൽ നിന്നെടുക്കുന്ന മണ്ണ് അവിടേക്ക് നിക്ഷേപിച്ചതിന് ശേഷം അവിടെ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ലോറിയിലേക്ക് മാറ്റി ദൂരോട്ട് കൊണ്ട് കളയുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഇതിലെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ്. കൂടുതൽ കരസേന ഉദ്യോഗസ്ഥർ മറ്റു ഭാഗത്തേക്ക് മാറി നിന്ന് ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ അർജുൻ സഞ്ചരിച്ച ട്രക്ക് ഇവിടെ നിന്ന് കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ നിരീക്ഷിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബൂം എക്സ്കവേറ്ററിന് സഹായം ചെയ്തുകൊണ്ട് മറ്റൊരു ഹിറ്റാച്ചി സമീപത്ത് അവരുടെ അടുത്തേക്കുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. NDRF സംഘം പുഴയിലും പരിശോധന നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. AK അഭിലാഷാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പുഴയിൽ കൂടുതൽ ആഴത്തിൽ പരിശോധന വേണമെന്ന് നേവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9ാം ദിവസമാണ് ഈ രക്ഷാദൗത്യം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കം, എക്സ്കവേറ്റർ കുറച്ചുകൂടി താഴേക്ക് ഇറക്കി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാനും അവിടെ ശ്രമിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. മണ്ണുമാറ്റം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്.
മണ്ണുമാന്തി യന്ത്രങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്നവ ഉപയോഗിച്ചുകൊണ്ട് മണ്ണു നീക്കം തുടരുന്നതിനൊപ്പം തന്നെയാണ് ഈ ഭീമൻ മണ്ണുമാന്തി യന്ത്രം എക്സ്കവേറ്റർ കൂടി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് പുഴയുടെ ആഴത്തിൽ എത്ര മണ്ണ് കിടക്കുന്നുണ്ട് എന്നത് ആദ്യഘട്ടത്തിൽ അവർ പരിശോധിച്ചു എന്നാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുഴയിൽ മണ്ണ് നീക്കം നടക്കുന്നതിനിടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നത് കൂടി അറിയണം. അഭിലാഷ്, ഇപ്പോൾ മഴയുണ്ടോ? അതൊരു ആശ്വാസകരമായ രീതിയിലാണ്. ഇപ്പോൾ മഴക്കാറുണ്ടെങ്കിൽ പോലും, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ പോലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി മഴ പെയ്യാത്തത്. അതുകൊണ്ട് തന്നെ മണ്ണെടുപ്പ് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഏതാണ്ട് 4-5 അടി താഴ്ചയിലേക്ക് മാത്രമാണ് ഈ പരിശോധന നടത്താൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് എടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മണ്ണ് ചളിയാണ്, വലിയ തരത്തിൽ പശയുള്ള ചളിയായി കെട്ടിക്കിടക്കുന്ന സാധനമാണ്, പൂഴ്ന്നു പോകുന്ന അവസ്ഥയിലുള്ളൊരു ചളിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലും ഇറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പരിശോധന സാധ്യമാവില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ എന്തുകൊണ്ടാണ് നാവികസേനാംഗങ്ങൾ അവിടെ ഇറങ്ങി പരിശോധന നടത്താത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തും ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ, ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ പൂതലിച്ച് നിൽക്കുന്ന ഒരു ചളിയാണ്. ഏതാണ്ട് ആൾപ്പൊക്കത്തിലൊക്കെ ഈ ചളി രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറയുകയും ചെയ്തിരുന്നു, ഈ നദിയുടെ അടിത്തട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വലിയ നിലയിൽ ഈ ചളി വന്നടിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് എക്സ്കവേറ്റർ ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഈ മണ്ണ് മാന്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൂഴ്ന്നു കിടക്കുന്ന ചളിയാണ് ഇപ്പോൾ അവർ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. അത് പശവരൂപത്തിൽ കിടക്കുന്നു, പേസ്റ്റ് രൂപത്തിൽ കിടക്കുന്ന ചളിയാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ എക്സ്കവേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം വെള്ളവും ചളിയും തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും രീതിയിലാണ് ഇപ്പോൾ അവർ കോരിയെടുക്കുന്ന മണ്ണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ തന്നെയാണ്. ഏതായാലും എക്സ്കവേറ്റർ അതിൻ്റെ പ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ ഈ മണ്ണ് എടുത്ത് അതായത് അഭിലാഷ്, അവിടെ ആ ചായക്കട ഉണ്ടായിരുന്ന ഭാഗം, ആ ചായക്കട നിർമ്മിച്ചിരുന്ന അതിനിപ്പുറത്ത് മറ്റൊരു വീടുമൊക്കെ ഉണ്ടായിരുന്ന ഭാഗം, അതിന് സമാന്തരമായി തന്നെയാണ് മറ്റൊരു പഞ്ചർ കടയും മറ്റൊരു ചെറിയ ചായക്കടയും ഒക്കെ ഉള്ളത്. അതിന് താഴെയുള്ള ഭാഗം അഭിലാഷ് അവിടെ നടന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ അവിടെ എന്താ ചതുപ്പ് പോലെയുള്ള മേഖലയാണോ? ആ ചതുപ്പിന് പുറത്തേക്കാണോ ഈ മണ്ണൊക്കെ വന്ന് വീണത്? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചെളി ഈ കോരുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണു നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോൺ വിഷ്വൽസ് എത്തും ഉടൻ തന്നെ എന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ ഒരുപാട് പേർ അർജുനെ രക്ഷിക്കുന്ന ആ ഒരു വാർത്ത അറിയുന്നതിനായിട്ട് തത്സമയം നമുക്കൊപ്പം തുടരുകയാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവിടെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന വേളയിൽ കൂടിയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും അതുപോലെ തന്നെ റിപ്പോർട്ടേഴ്സും ഒക്കെ ഈ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ എത്തിച്ച എക്സ്കവേറ്റർ, ഭീമൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കോരി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 9ാമത്തെ ദിവസം പുഴയോട് ചേർന്നുള്ള ഭാഗത്തെ മൺതിട്ടയിലെ നമ്മളിപ്പോൾ കാണുന്ന ഈ മൺതിട്ടയാണ് ഇപ്പോൾ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കടയിരുന്ന ഭാഗത്ത് താഴത്തെ ഭാഗം ഒരു ചതുപ്പായിരുന്നു. അവിടെ നേരത്തെ തന്നെ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടി കിടന്നിരുന്ന ഒരു പ്രതലമാണ്. നമ്മളിപ്പുറത്ത് കാണുന്നത് പോലെ തന്നെയുള്ള ഒരു തിട്ട അവിടെ ഉണ്ടായിരുന്നു. അതിന് പുറത്തേക്കാണ് ഈ മണ്ണെല്ലാം അടിഞ്ഞ് വീണിരിക്കുന്നത്. അത് മുഴുവൻ കോരി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ചെളിയുണ്ട്, ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ആ മണ്ണും പാറക്കഷണങ്ങളുമൊക്കെ. അതെല്ലാം എടുത്ത് നീക്കുന്നതിനാണ് ഇപ്പോൾ അവിടെ എക്സ്കവേറ്റർ എത്തിച്ചത്. മുകളിൽ നിന്നുള്ള മണ്ണ് നീക്കം അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം തത്സമയ ദൃശ്യങ്ങൾ. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണു നീക്കം അവിടെ നടത്തുന്നുണ്ട്. മറുഭാഗത്ത് ഇപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള മണ്ണുമാന്തി യന്ത്രം അത് കരയിലുള്ള മണ്ണ് നീക്കുകയാണ്. ഒരേ സമയം തന്നെ